വെള്ളം, വായു, ഭക്ഷണം എന്നിവ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. എന്നാൽ അതുപോലെ തന്നെ പ്രധാനമാണ് ഉറക്കവും. കൃത്യമായ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ മാത്രമല്ല മാനസികാവസ്ഥയെ വരെ ബാധിച്ചേക്കാം. അങ്ങനെ ഇരിക്കെയാണ് 1947 സോവിയറ്റ് റഷ്യയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന സ്ലീപ്പ് എക്സ്പെരിമെന്റ് ശ്രദ്ധ നേടുന്നത്. 30 ദിവസം ഉറക്കം നിഷേധിക്കപ്പെട്ട 5 മനുഷ്യരും അവർ അനുഭവിച്ച ദുരവസ്ഥകളുമാണ് ദ റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെന്റ് പറയുന്നത്. കുറച്ച് ശാസ്ത്രജ്ഞരുടെ ഉള്ളിലുണ്ടായ ചെറിയൊരു ജിജ്ഞാസയാണ് ഈ പരീക്ഷണത്തിന്റെ അടിത്തറ. 1 മാസം മനുഷ്യർ ഉറങ്ങാതെയിരുന്നാൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്നതായിരുന്നു അവരുടെ സംശയം. ഇതോടെ പുറം ലോകം അറിയാതെ ഒരു പരീക്ഷണം നടത്താൻ തന്നെ അവർ തീരുമാനിച്ചു. അതിനായി സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള ഈ ഗവേഷകർ 5 തടവുകാരെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഈ പരീക്ഷണത്തിന് സമ്മതിക്കുകയാണെങ്കിൽ പരീക്ഷണ കാലാവധിയായ 1 മാസം കഴിയുമ്പോൾ ഇവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാമെന്നതായിരുന്നു ഗവേഷകരുടെ വാഗ്ദാനം. ഈ വാഗ്ദാനം വിശ്വസിച്ച് 5 തടവുകാർ പരീക്ഷണത്തിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഇവരെ ഒരു ചേംബറിൽ പാർപ്പിക്കുകയും 1 മാസത്തേക്ക് അവർക്ക് വേണ്ട ആഹാരം, വെള്ളം, പുസ്തകങ്ങൾ, ടോയ്ലറ്റ് സൗകര്യം, മെത്തയില്ലാത്ത കട്ടിലുകൾ തുടങ്ങിയവ ഈ മുറിയിൽ തന്നെ എത്തിക്കുകയും ചെയ്തു. പിന്നാലെ ഇവരെ നിരീക്ഷിക്കുന്നതിനായി മൈക്രോഫോണും ഇൻറ്റർക്യാമും ഈ മുറിക്കുള്ളിൽ തന്നെ ഘടിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇവർ ഉറങ്ങാതെ ഇരിക്കാനായി ഒരു ഉത്തേജകവാതകം മുറിയിൽ കടത്തിവിടുന്നുമുണ്ടായിരുന്നു. മനുഷ്യനെ ഉറക്കത്തിലേക്ക് നയിക്കുന്ന സെല്ലുകളുടെ പ്രവർത്തനം മരവിപ്പിക്കുന്ന വാതകമായിരുന്നു ഇത്. ആദ്യ 4 ദിവസങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ കടന്നുപോയി. എന്നാൽ 5-ാം ദിവസം ഇവരിൽ ഒരാൾ വളരെ വിചിത്രമായി സുബോധമില്ലാതെ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി. അടുത്ത ദിവസവും ഇയാൾ ഇത് തന്നെ ആവർത്തിച്ചു. പിന്നാലെ 9-ാം ദിവസം ആയപ്പോഴേക്കും മറ്റൊരാൾ ഉച്ചത്തിൽ അലറാൻ തുടങ്ങി. തുടർച്ചയായി ഏകദേശം 3 മണിക്കൂർ ഒച്ചവെച്ചതിന് ശേഷം അയാൾ നിലവിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും നേർത്ത ശബ്ദം മാത്രമേ പുറത്തു വന്നുള്ളൂ. ഇതോടെ അയാളുടെ വോക്കൽ കോഡ് തകരാറിലായി എന്ന കാര്യം ഗവേഷകർക്ക് മനസ്സിലായി. അങ്ങനെ മണിക്കൂറുകൾ പിന്നിടുന്തോറും മുറിയിലെ അന്തരീക്ഷം ആകെ ഭീകരമാകാൻ തുടങ്ങുകയാണ്. എല്ലാ തടവുകാരും സ്വബോധമില്ലാതെ ഉച്ചത്തിൽ അലറുകയും കരയുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ മുറി തീർത്തും നിശബ്ദമായി. മുറിയിലെ ഓക്സിജന്റെ അളവ് പരിശോധിച്ചതിൽ നിന്ന് ഇവർക്കൊക്കെ ജീവനുണ്ടെന്ന് ഗവേഷകർ സ്ഥിരീകരിച്ചു. ഒടുവിൽ 30 ദിവസം പൂർത്തിയാക്കാതെ പരീക്ഷണം അവസാനിപ്പിച്ച് തടവുകാരെ മോചിപ്പിക്കാൻ തന്നെ ഇവർ തീരുമാനിക്കുകയാണ്. ചേംബർ തുറക്കാൻ പോവുകയാണെന്ന് തടവുകാരെ ഗവേഷകർ അറിയിച്ചെങ്കിലും ഞങ്ങൾ ഇനി സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു തിരികെ ലഭിച്ച മറുപടി. എന്നിരുന്നാലും 15-ാം ദിവസം അർദ്ധരാത്രിയോടെ ചേംബർ തുറന്ന് അകത്തു കടന്ന ഗവേഷകർ കണ്ടത് തീർത്തും ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. 5 പേരിൽ ഒരാൾ മരിച്ചു കിടക്കുകയാണ്. മാത്രവുമല്ല അയാളുടെ മാംസം മറ്റുള്ളവർ മാന്തി പൊളിച്ച് തിന്നുകയും ചെയ്തു. ബാക്കിയുള്ള 4 പേർ സ്വന്തം വയർ കീറി മാംസവും പേശികളും വലിച്ചു പുറത്തിട്ടിരിക്കുന്നു. തീർത്തും അക്രമാസക്തരായ ഇവർ ഈ ചേംബറിലേക്ക് പ്രവേശിച്ച ഒരു സൈനികനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് 4 തടവുകാരെയും ഈ മുറിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത്. സാധാരണ ജീവിതത്തിലേക്ക് ഇവരെ തിരികെ കൊണ്ടുവരാനാകില്ലെന്ന് മനസ്സിലായ അധികാരികൾ 4 പേരെയും വെടിവെച്ചു കൊന്നു. ഇതാണ് സോവിയറ്റ് യൂണിയൻ നടത്തിയെന്ന് പറയപ്പെടുന്ന ഈ ഭയാനകമായ പരീക്ഷണം. എന്നാൽ ഈ പരീക്ഷണം വെറും കെട്ടുകഥയാണെന്നും യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ. ഈ കഥ പ്രചരിച്ചതിന് പിന്നാലെ ആളുകൾ വലിയ രീതിയിൽ ഇത് ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ കഥ ആരുടെ സൃഷ്ടിയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇത് നടന്ന സംഭവമാണെന്ന് വിശ്വസിക്കുന്ന നിരവധി പേരുണ്ട്. എന്നാൽ ഈ വാദം സാധൂകരിക്കാൻ വേണ്ടത്ര തെളിവുകൾ ഇല്ലെന്നതാണ് സത്യം. അതേസമയം ഇത്രയും ദിവസം മനുഷ്യർ ഉറങ്ങാതിരുന്നാൽ ഇങ്ങനെയൊക്കെ ആകാം പ്രതികരിക്കുക എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.